എന്താണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഓർ വോൾട്ടേജ്? അതായത് സമയവുമായി ബന്ധപ്പെട്ട് മാഗ്നിറ്റ്യൂഡും പൊളാരിറ്റിയും വ്യത്യസ്തപ്പെടുന്ന ഏതെങ്കിലും വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടിനെയാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അഥവാ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് വേവ് ഫോം ഈ ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഓർ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജിൽ ഉണ്ട്. ആദ്യത്തേത് സൈൻ വേവ് ഫോമാണ്. സൈൻ വേവ് എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് വേവ് ഫോമാണ്. ഇത് പീരിയോഡിക്കലി ഓസിലേറ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് y sin x എന്നത്. നമ്മൾക്കിവിടെ സൈൻ വേവിൻ്റെ വേവ് ഫോം കാണാം. അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 0 മുതൽ 180 ഡിഗ്രി വരെയും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ 180 ഡിഗ്രി മുതൽ 360 ഡിഗ്രി വരെയും കാണാം. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉൾപ്പെടുന്ന ഒരു സൈൻ വേവിനെ ഒരു ഫുൾ സൈക്കിൾ അഥവാ പീരിയഡ് എന്ന് പറയും. രണ്ടാമത്തേത് സ്ക്വയർ വേവ് ആണ്. ഇതൊരു നോൺ സൈനസോയിഡൽ പീരിയോഡിക് വേവ് ഫോം ആണ്. ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വാരിയിങ് ബിറ്റ്വീൻ ഫിക്സഡ് മിനിമം ആൻഡ് മാക്സിമം വാല്യൂ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ത്രികോണാകൃതിയിലുള്ള ഒരു നോൺ സൈനസോയിഡൽ വേവ് ഫോമാണ് ട്രയാങ്കുലർ വേവ് ഫോം. ഇതിന് നെഗറ്റീവ് സ്ലോപ്പ് ഓർ റാമ്പ് അതുപോലെ തന്നെ പോസിറ്റീവ് സ്ലോപ്പ് ഓർ റാമ്പ് ഉണ്ട്. സോ ടൂത്ത് വേവ് ഫോം ആണ് നാലാമത്തത്, അല്ലെങ്കിൽ സോ വേവ് എന്നും പറയുന്നു. ഇതൊരു നോൺ സൈനസോയിഡൽ വേവ് ഫോം ആണ്. എന്തുകൊണ്ടാണെന്നറിയാമോ ഇതിന് ഇങ്ങനെ ഒരു പേര് ലഭിച്ചത്? പ്ലെയിൻ പല്ലുള്ള സോയുടെ പല്ലുകളോടുള്ള സാമ്യത്തെ അടിസ്ഥാനമാക്കിയാണ് ഇതിനെ സോ ടൂത്ത് വേവ് ഫോം എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ്. ഒരു ഓൾട്ടർനേറ്റിംഗ് അല്ലെങ്കിൽ സൈനസോയിഡൽ വോൾട്ടേജ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. V = Vm sin ഒമേഗ t പ്ലസ് ഫൈ. ഇവിടെ ഒമേഗ എന്ന് പറയുന്നതിനെ നമുക്ക് 2πf എന്ന് എഴുതിയാൽ V = Vm sin ഒമേഗ എന്നതിന് പകരം 2πft പ്ലസ് ഫൈ എന്ന് എഴുതുന്നു. V എന്ന് പറയുന്നത് ഇൻസ്റ്റന്റീനിയസ് വോൾട്ടേജ് ആണ്. Vm എന്ന് പറയുന്നത് പീക്ക് ഓർ മാക്സിമം വോൾട്ടേജ്. F എന്ന് പറയുന്നത് ഫ്രീക്വൻസി. T = ടൈം. Phi = ഫേസ് ഡിഫറൻസ്.